ഗൗരീശ്വരം SMHS സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 5-ന് പരിസ്ഥിതി വാരാചരണം നടത്തി. VV സഭ പ്രസിഡന്റ് പരമേശ്വരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിനോദ് ഡിവൈൻ, പ്രധാന അധ്യാപിക, മറ്റു ടീച്ചർമാർ എന്നിവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ നീതുവിന്റെ പരിസ്ഥിതി സംരക്ഷണ ക്ലാസും ഉണ്ടായിരുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനം ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മളെല്ലാ വർഷവും ഇത് ആഘോഷിക്കുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ ആ ഒരു ദിനം മാത്രം ഓർമ്മപ്പെടുത്തി മാത്രം പോയാൽ പോരാ. ഇനിയും നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ഭൂമി സംരക്ഷിക്കുവാൻ, നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുവാൻ വേണ്ടി എല്ലാവരും, എല്ലാ കുട്ടികളും, നിങ്ങൾ കുട്ടികളാണ് അത് ഏറ്റെടുക്കേണ്ടത്. ഈ കഴിഞ്ഞ തലമുറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മരങ്ങളെല്ലാം വിട്ട് നശിപ്പിച്ച് ഓരോ കെട്ടിടങ്ങളും നിർമ്മിച്ച് അങ്ങനെ നമ്മളുടെ ഭൂമി ആകെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്നുവെച്ചാൽ ചൂട് സഹിക്കാൻ പാടില്ല. അതേപോലെ മഴ വേണ്ട സമയത്തല്ല മഴ വരുന്നത്. എങ്ങനെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കുട്ടികളും അത് നമ്മളുടെ കടമയാണ്. നമ്മുടെ ഭൂമി രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഓരോ വൃക്ഷത്തൈകളും നട്ട് ആ ഭൂമിയെ രക്ഷിക്കണമെന്ന് നിങ്ങൾ തന്നെ പ്രതിജ്ഞയെടുത്ത് ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിക്കും. ഈ പരിസ്ഥിതിയും ഇതൊന്നും കാരണം പരിസ്ഥിതിയൊക്കെ ഞങ്ങൾ സംരക്ഷിക്കും. ഇപ്പോൾ സംരക്ഷിക്കാൻ ആളില്ലാണ്ടായി. അത് വന്നപ്പോഴാണ് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടു നടക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവർക്ക് വേണ്ട പ്രചോദനങ്ങൾ ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമല്ലേ അവർക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. പഠിപ്പോടുകൂടി ഇത് കൊണ്ടു നടക്കണമെങ്കിൽ ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ് വിചാരിക്കണം. എന്നാൽ മാത്രമേ ഇത് നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ വീടുകളിലും പച്ചക്കറികളും നെൽകൃഷികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം തന്നെ നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെറായി SMHSലെ NSS യൂണിറ്റ് നടത്തുന്ന സമൃദ്ധി 2024 എന്ന പരിപാടി, ആ പരിപാടിയിൽ നമ്മൾ ഫലവൃക്ഷത്തൈകൾ നമ്മുടെ ദത്ത് ഗ്രാമത്തിൽ വിതരണം ചെയ്യുകയാണ്. ഇന്ന് ഈ നടക്കുന്ന മഹത്തായ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. യൂണിറ്റ് നടത്തിയ ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഈ ഒരു മീറ്റിംഗ് വളരെ ഗംഭീരമായി നടത്താൻ പറ്റി. ഇതേപോലെ എല്ലാവരും ഇന്ന് എല്ലാവരുടെ വീട്ടിൽ തൈ വെച്ച് പിടിപ്പിക്കുക. എന്നാലും നമുക്ക് അടുത്ത നമ്മുടെ ജനറേഷന് ഒരു മുതൽക്കൂട്ടാവുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായ ഇന്നത്തെ ദിവസം സാധാരണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ദിനം ആഘോഷിക്കുന്നതോടൊപ്പം ഈ മരം നമുക്ക് കിട്ടിയാക്കണം. ഇത് ചേർത്ത് നിർത്തിയിട്ട് ഈ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഇതിൻ്റെ വളർച്ചയോടൊപ്പം നമ്മൾ നിൽക്കുന്ന ഒരു പ്രതിജ്ഞ കൂടി ചൊല്ലിയിട്ട് ഇതിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും PTA ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. അപ്പോൾ SMHS സിസ്റ്ററായി NSS യൂണിറ്റിൻ്റെ പരിസ്ഥിതി ദിനം 2024 പരിസ്ഥിതി ദിനാചരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ കൃഷി ഓഫീസർ നീതു ചന്ദ്രൻ മാം ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് പരിസ്ഥിതി ദിന ക്ലാസ് എടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൃഷിഭവനിലെ അഗ്രി ക്ലിനിക്കിലെ സ്റ്റാഫായ ഭീമ മാമിനെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എന്ത് കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സ്കൂളുകളിൽ മരം നടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആ മരമൊക്കെ ഇപ്പം എവിടെ ഉണ്ട്? പിടിച്ച ആര് പിടിച്ചു? വീട്ടിലുണ്ടോ? വീട്ടിൽ നട്ടിട്ടുണ്ടോ? ആരൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്നവരുണ്ട്? എത്ര പേരുണ്ട്? എത്ര പേര് വീട്ടിൽ കൃഷി ഇപ്പോ നമ്മുടെ തലമുറ വൈറ്റ്
പൊക്കോണ്ടിരിക്കണം അല്ലേ? പക്ഷെ കൃഷിയിലേക്ക് തിരിച്ചു വരേണ്ട സമയമായില്ലേ? എന്തുകൊണ്ടാണ്? ഉച്ചയ്ക്ക് ചോറ് പാത്രത്തിലുള്ള ചോറ് ആര് തരുന്നതാണ്? അമ്മയ്ക്ക് എവിടുന്ന കിട്ടുന്നത്? റേഷൻ കടയിൽ നിന്ന് എവിടുന്ന വരുന്നത്? അപ്പൊ എവിടുന്നാ തുടങ്ങിയത്? വയലിൽ നിന്നല്ലേ തുടങ്ങിയത്. ആരാ തന്നതൊക്കെ ശരിക്കും? കർഷകനാണ് അല്ലേ? നമ്മൾ ആ ഒരു വേൾഡ് എൻവയോൺമെന്റ് ഡേയിനോട് ഒരു നീതി പുലർത്തുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ തൈകൾ എന്തുമായിക്കോട്ടെ അതിനെ പരിപാലിച്ച് അത് വലുതാവുന്നത് വരെ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഔഷധ സസ്യങ്ങൾ ഉണ്ടാവും, ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടാവും. എന്താണോ കിട്ടുന്നത് അത് നമുക്ക് വേണ്ടി മാത്രമാണോ? നമ്മൾ മരിച്ചാലും ആ മരം അവിടെ തന്നെ ഉണ്ടാവില്ലേ? എങ്ങോട്ടാണ് പോണത്? ഭാവി തലമുറയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ഉണ്ട്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.